KTM കോളേജ് അലുമിനി അസോസിയേഷൻ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം 2025 നിങ്ങളേവരുടെയും സമ്മതത്തോടെ അനുഗ്രഹത്തോടെ നമ്മൾ ആരംഭിക്കുക. നിലവിളക്ക് കൊളുത്തിക്കൊണ്ടാണ് ആ മഹാദീപം, സ്നേഹദീപം, അറിവിൻ്റെ വാതായനങ്ങൾ തുറന്ന ഈ വിദ്യാലയത്തിൽ, ഈ കലാലയത്തിൽ ആ സ്നേഹദീപം പ്രകാശപൂരിതമായി നമുക്കായി നയിക്കുന്നത് 1965-67 ബാച്ചിലെ ശ്രീമാൻ പുരുഷോത്തമൻ അവർകൾ ആൻഡ് വാസന്തി. ഇവർ രണ്ടുപേരെയും ഈ ധന്യമായ വേദിയിലേക്ക് സ്നേഹദീപം തെളിയിക്കാൻ സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. ചന്ദ്രശേഖര ഭവൽ പദങ്ങൾ ഹൃദി സന്തതം വിളയാടുവാൻ സങ്കടങ്ങളകിലം പൊഴിഞ്ഞു ശിവശങ്കരന്റെ കൃപയേശുവാൻ തൻ കടാക്ഷ ചരമേൽക്കുവാൻ ഹൃദയഗീതമിന്നു സമർപ്പണം. തൻ കടാക്ഷരമേൽക്കുവാൻ ഹൃദയഗീതമിന്നു സമർപ്പണം. ശംഭോ നാഗഭൂഷിത പദങ്ങളും ചടുല താളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം കരിണ ചർമ്മവും പണിഗണങ്ങളും നാഗഭൂഷിത പദങ്ങളും ചടുലതാളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം കരിണ ചർമ്മവും പണിഗണങ്ങളും ചൂലപാണേ ചൂലപാണേ മഹാചൂലമകും മികവുമേ നിഗതിയേകുവാൻ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. നന്ദമാർന്നു ഈ ധന്യമായ ചടങ്ങിൽ ഔദ്യോഗികമായി സ്വാഗതം ആശംസിക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബഹുമാന്യനായ ശ്രീ AR രാംദാസ് അവർകളാണ്. അദ്ദേഹത്തെ ഏറെ ആദരപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. വേദിയിലെ വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമത്തിന് ആർപ്പോ ഇറോ എന്ന പേരിടുമ്പോൾ ഞങ്ങൾ മനസ്സിൽ കണ്ടത് നിങ്ങൾക്ക് എന്നെന്നും ഓർത്തിരിക്കാൻ, നിങ്ങളുടെ സൗഹൃദങ്ങൾ വീണ്ടെടുക്കാൻ, കലാലയ ജീവിതകാലത്തെ പ്രണയമധുരം ഓർത്തെടുക്കാൻ, അക്കാലത്തെ രാഷ്ട്രീയ വീര്യത്തിന് ഇപ്പോഴും കരുത്തുണ്ടോ എന്ന് ആത്മപരിശോധന നടത്താൻ, അതിനേക്കാളേറെ എല്ലാവരെയും ഒന്ന് ചേർത്ത് പിടിക്കാൻ, നമ്മുടെ മുഴുവൻ പേരുടെയും അഭിലാഷങ്ങളുടെ നിറമാർന്ന ആവിഷ്കാരമാകാൻ സമാനതകളില്ലാത്ത ഒരു ദിവസം, ഒരു മഹാസംഗമം. ഈ മഹാസംഗമത്തിന്റെ അധ്യക്ഷൻ, നമ്മുടെ അലൂമിനി അസോസിയേഷൻ പ്രസിഡന്റ്, ഒരു നാടക പ്രവർത്തകൻ കൂടിയായ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്ന KN അജിത് കുമാറിനെ സ്നേഹപൂർവ്വം ഈ സംഗമവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഒരു മഹാപ്രതിഭയെയാണ്. ഓട്ടംതുള്ളലിൽ തുടങ്ങി നാടകങ്ങളിലൂടെ നടന്ന് സിനിമാഭിനയവും സീരിയലുകളും കാരിക്കേച്ചറും ഒക്കെയായി പടർന്ന് പന്തലിച്ച, നിമിഷ നേരം കൊണ്ട് ONV-യും ദേവരാജനും അഴീക്കോടും നസീറും സത്യനും മമ്മൂട്ടിയും ഒക്കെയായി മാറുന്ന വാങ്മയ ചിത്രങ്ങളുടെ മനോഹാരിത കേട്ടിരിക്കുന്നവരെ വിസ്മയ ലോകത്തിലേക്ക് എത്തിക്കുന്ന വാക്കുകളുടെ ജാലവിദ്യക്കാരൻ ശ്രീ ജയരാജ് വാര്യരെ ഹൃദയപൂർവ്വം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി
നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ഇടയിലെ ഒരാളായിരുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി, കഠിന പ്രയത്നം കൊണ്ട് ഉയരങ്ങളിലേക്ക് കുതിച്ചുയർന്ന സംരംഭക പ്രതിഭ, ICL ഫിൻകോർപ്പ് എന്ന കമ്പനിയെ 350-ലധികം ബ്രാഞ്ചുകളുള്ള ഒരു പാൻ ഇന്ത്യ കമ്പനിയായി വളർത്തിയ CMD, സി ഹിന്ദുസ്ഥാൻ ഉഡാൻ എന്ന സംഘടന ബിസിനസ് എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ച സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളെ, മാരക രോഗങ്ങളിൽപ്പെട്ടുഴലുന്ന സഹജീവികളെ, വയോജന സദനങ്ങളെ, ദുരന്തബാധിതരെ നിരന്തരം സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യയെയും മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ ട്രേഡ് കൗൺസിലിന്റെ 33 രാഷ്ട്രങ്ങളുടെ ഗുഡ്വിൽ അംബാസഡറായി പ്രവർത്തിക്കുന്ന ഹിസ് എക്സലൻസി ഓണറബിൾ അഡ്വക്കേറ്റ് KG അനിൽകുമാറിനെ ഏറെ സ്നേഹത്തോടെ ആഹ്ലാദത്തോടെ ഈ മഹാസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഭദ്രദീപം കൊളുത്തി ഈ മഹാസംരംഭത്തിന് ശുഭാരംഭം തീർത്ത സീനിയറിൽ സീനിയറായ രണ്ടുപേർ, 65-67 ബാച്ചിലെ ശ്രീ PK പുരുഷോത്തമൻ, 71-73 ബാച്ചിലെ വാസന്തി എന്നിവരെ സ്നേഹാദരപൂർവം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമ്പിളി PM, ബാബു കടമ്പോട്ട്, ഗീതാമണികണ്ഠൻ, ജിനി KC ഗോപാലകൃഷ്ണൻ, രമേശ് മേലടൂർ, വിനോദ് MP എന്നിവരെയും UAE അലൂമിനി ചാപ്റ്ററിന്റെ പ്രസിഡന്റ് രമേശ് M നായരെയും സംഘാടക സമിതി അംഗങ്ങളായ AV മനോജ്, KR സുർജിത്ത്, സുനിൽ എരവത്തൂർ, ബിന്ദു ഷാജി, മിനി മോഹൻ, ഷഫീർ പോത്തുങ്കടവിൽ എന്നിങ്ങനെ ഈ സംഗമത്തിന്റെ നടത്തിപ്പിന് അണിയറയിൽ അഹോരാത്രം പ്രവർത്തിച്ച മുഴുവൻ സുഹൃത്തുക്കളെയും ഈ സംഗമത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ സുഹൃത്ത് സമ്മേളന വേദിയിൽ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും, അവരുടെ കുടുംബാംഗങ്ങളെയും, ഈ കോളേജിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും, നാട്ടുകാരെയും മാധ്യമ പ്രവർത്തകരെയും അതീവ സ്നേഹത്തോടെ ഹൃദയംഗമമായി ഈ മഹാസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്നും ഗൃഹാതുരത്വത്തോടെ ഓർമ്മിക്കുന്ന ഒരു സുവർണ ദിനമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ. നന്ദി. അധ്യക്ഷ പ്രസംഗത്തിന് മുമ്പ് നമ്മൾ ഉദ്ഘാടകനെ ക്ഷണിക്കുകയാണ്. നിങ്ങളെവരുടെയും സമ്മതത്തോടെ, അനുഗ്രഹത്തോടെ ബഹുമാന്യനായ അധ്യക്ഷൻ K. അജിത് കുമാർ അവരുടെ സമ്മതത്തോടെ ബഹുമാന്യനായ ജയരാജ് വാര്യർ സാർ വരുമ്പോൾ, നല്ലൊരു തികഞ്ഞ കലാകാരൻ, അത് നമ്മുടെ ചങ്ക് തൃശ്ശൂരിൻ്റെ മണിമുത്ത് കൊടുക്കണ്ടേ, മനോഹരമായൊരു ക്ലാപ്പ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഹാർട്ടി വെൽക്കം ജയരാജ് സാർ. ഈ വേദിയിൽ പൂർവ്വ വിദ്യാർത്ഥിയും മുഖ്യ അതിഥിയുമായി വേദിയിലെത്തിയിട്ടുള്ള, എനിക്ക് ഏറെ സ്നേഹ ബഹുമാനങ്ങളുള്ള ICL ഫിൻകോർപ്പിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് KG അനിൽകുമാർ സർ. അദ്ദേഹം ഒരു സാധാരണ നമ്മുടെ ഇടയിലുള്ള ഒരു പൗരനല്ല. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ശ്രീ AR രാംദാസ് അവർ വളരെ കാര്യമായി തന്നെ അനിൽകുമാർ സാറിനോട് സംസാരിച്ചു. 33 രാഷ്ട്രങ്ങളുടെ, ലാറ്റിൻ അമേരിക്കൻ, കരീബിയൻ രാഷ്ട്രങ്ങളുടെയും UAE-യിലൊക്കെ അതിൻ്റെയൊക്കെ ട്രേഡുമായി ബന്ധപ്പെട്ട് അവരുടെ ഗുഡ്വിൽ അംബാസഡർ, അതുമാത്രമല്ല വളരെ വലിയ പദവികൾ വഹിക്കുന്ന ജീവകാരുണ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മറ്റു മേഖലകളിലും വലത് കൈകൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ സഹായിക്കുന്ന മഹത് വ്യക്തിത്വമാണ് അനിൽകുമാർ സർ. അദ്ദേഹത്തോടൊപ്പം നിന്ന് ഈ വേദി പങ്കിടാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. പിന്നെ വേദിയിലുള്ള എൻ്റെ പ്രിയ സുഹൃത്ത്, കേരള രാഷ്ട്രീയത്തിലും സാംസ്കാരിക രംഗത്തും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന P. ഭാസ്കരൻ മാസ്റ്റർ ഫൗണ്ടേഷൻ്റെ എല്ലാമായ ബിപിൻ ചന്ദ്രൻ അവർ, എന്നെ ഈ പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ച പ്രിയങ്കരനായ മനോജ്, വേദിയിലുള്ള സതീഷ് ചന്ദ്രൻ അവർ, സുബേദ ടീച്ചർ അവർ, PS മനോജ്, ജിജോ, അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത
ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ആളുടെ പേരിന് വലിയ സവിശേഷതയില്ല. പുരുഷോത്തമൻ. അദ്ദേഹമാണ് ശരിക്കും ഇത് ആദ്യത്തെ തിരി കൊളുത്തിയത്. അപ്പോൾ ഒരു പുരുഷോത്തമനെ കൊണ്ട് തന്നെ അത് ജയിച്ചു വളരെ നന്നായി. സീനിയർ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ മാത്രമല്ല, എനിക്ക് അദ്ദേഹമായിട്ടുള്ള ബന്ധം ഇന്നാണ് ഞാൻ അറിയുന്നത്. എൻ്റെ അച്ഛൻ തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ എൻ്റെ അച്ഛനോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അത് ശരിക്കും ഒരു രക്തബന്ധം പോലെയായി. ഞാൻ പലയിടത്ത് ചെല്ലുമ്പോഴും എൻ്റെ അച്ഛനോടൊപ്പം ജോലി ചെയ്യുന്നവരെ അത് കാണാറുണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛനോടൊപ്പം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും എനിക്ക് ഈ ഉദ്ഘാടനത്തിലെ ആദ്യ ദീപം കൊളുത്തിയ ആളുമായി ഒരു ബന്ധമുണ്ടാകുന്നതൊക്കെ ഈ പ്രഭാതത്തിൻ്റെ സവിശേഷത. മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥി വാസന്തി എന്ന് പറയുന്ന മറ്റൊരു മേഡമാണ്. അവരൊരു വസന്തകാലം വിരിയിക്കുകയാണ് ഉണ്ടായത്. വെളിച്ചപ്പൂക്കൾ വിടർത്തിക്കൊണ്ട് ഒരു വസന്തവും വിരിഞ്ഞു. അങ്ങനെയുള്ള ഈ KKTM കോളേജ് മലയാള ഭാഷയുടെ പച്ച മലയാളത്തിൽ ഭാഷാഭാരതം എന്ന പേരിൽ മഹാഭാരതത്തിലെ 1,25,000 ശ്ലോകങ്ങളുള്ള വ്യാസമഹാഭാരതത്തെ 774 ദിവസം കൊണ്ട് പച്ച മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത, എനിക്ക് തോന്നുന്നു മലയാള ഭാഷയുടെ ഇതിഹാസ കൃതികളിലെ ആദ്യത്തെ അംബാസഡറായ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ആ മഹാന്റെ പേരിലുള്ള കലാലയമാണ്. 60 വർഷത്തെ പാരമ്പര്യം പേർന്ന ഇവിടെ പഠിച്ചിറങ്ങിയവർ ഒത്തുചേരുന്നു. സ്കൂൾ കാലത്തൊക്കെ നമ്മളിങ്ങനെ അടങ്ങി ഒതുങ്ങി, അവിടെ അച്ഛൻ്റെ ആൾക്കാരുണ്ടാവും, അമ്മയുടെ പരിചയക്കാരുണ്ടാവും, അയൽപ്പക്കക്കാരുണ്ടാവും. പക്ഷെ കോളേജിലെത്തി അങ്ങനെയല്ല, കുറച്ച് ദൂരം ബസ്സിൽ കയറി വരണം എന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ വലിയൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് കോളേജ് കാലം. അതിന് ചേർന്ന ഏറ്റവും ഗംഭീരമായ പേരാണ് ഏത്? ടീച്ചറെ ഇപ്പൊ കണ്ടു, പെട്ടെന്ന് നോക്കിയപ്പോ എന്നെ നോക്കി ചിരിക്കുന്നു. സുബൈദ ടീച്ചർ, സന്തോഷം. ടീച്ചറിനെയൊക്കെ പോലെ വിവരമുള്ള ഒരാൾ ഈ കൊടുങ്ങല്ലൂരില്ല കേട്ടോ. അപ്പോ അസ്തമിക്കാത്ത സൂര്യനെ പറ്റി പറഞ്ഞു. അതാണ് ഭാസ്കരൻ. ഏത് ഭാസ്കരൻ? പുല്ലൂറ്റ് എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ പുല്ലൂറ്റുപാടത്ത് ഭാസ്കരമേനോൻ എന്നൊരു ഭാസ്കരൻ, ആരാധനയോടെ സ്നേഹത്തോടെ എന്ന് ഞാൻ ഓർക്കുന്ന ഭാസ്കര മാസ്റ്റർ. ഭൂമിയിലെ ഓരോന്നും കണ്ട് നമുക്ക് പാട്ടാക്കി തന്ന വേറൊരു ഭാസ്കരൻ ആരാണ്? ഭാസ്കര മാസ്റ്റർ. ഭാസ്കര മാസ്റ്ററുടെ തേനൂറും പാട്ടുകൾ. നാഴിയൊരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, ആ മാനത്തൊരു പൊന്നോണം. പാർവണ ശശിമമ്പം എന്നുള്ളവരും നിത്യനിർമ്മല പൗർണമി എന്ന അക്കിത്തവും കവിതയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഭാസ്കരൻ മാഷ് സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടി അതിനെ നാഴിയൊരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം എന്ന് എഴുതി. അപ്പൊ എവിടെയാണ് മനുഷ്യന്റെ, ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന ഭാഷ? ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു, മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, വിലാസലോലുഭയായി വസന്ത കൗമുദി വന്നു. മലയാള ഭാഷയിലെ പാട്ടുകൾ ഉണ്ടാക്കിയത് ഭാസ്കരൻ മാഷും രാഘവ മാഷും കൂടിയിട്ടാണ്. കായലരികത്ത് വലയറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി, പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പം ഒരു നറുക്കിലു ചേർക്കണേ, ഒട്ടിലിരിക്കണ വൻമൂട്ടേ മൂട്ടേ നീ ഇത് കേട്ടാട്ടെ, കടിച്ചു കീറാൻ വന്നാൽ നിന്നെ കശാപ്പ് ചെയ്യും മൂശേട്ടെ. മാത്രമല്ല എന്റെ ഗുരുക്കന്മാരാ, പി ഭാസ്കരൻ എന്ന ഗുരു, രാഘവ മാസ്റ്റർ എന്ന ഗുരു, ജയചന്ദ്രൻ ചേട്ടൻ എന്ന ഗുരു, പിന്നെ അത് അഭിനയിച്ച് നെടുമുടി വേണിച്ചേട്ടൻ എന്ന എന്റെ ഗുരു. എല്ലാ ഗുരുക്കന്മാർക്കും വേണ്ടി, ഗുരുത്വത്തിന് വേണ്ടി നീലമലപ്പൂക്കുയിലേ നീ കൂടെ കൂരുന്നോ, നെഞ്ചിരിയാൻ ഞാനുണർന്നു, നിന്നഴകാൻ ഞാൻ മയങ്ങി. ഈ വർഷം എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. കൂടുതൽ കണ്ണുനീർ പ്രവാഹം ഇല്ലാതിരിക്കട്ടെ, കൂടുതൽ യുദ്ധങ്ങൾ ഇല്ലാതിരിക്കട്ടെ, പിന്നെ മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹം കൂടട്ടെ, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിൽ തല്ലാതിരിക്കട്ടെ, ഈശ്വരന്റെ പേരിൽ വഴക്ക് കൂടാതിരിക്കട്ടെ.
രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം ചേരിപ്പോര് നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കാതിരിക്കട്ടെ. പിന്നെന്താ പറയേണ്ടത്, സാധനങ്ങൾക്ക് വില കൂടാതിരിക്കട്ടെ, പെട്രോളിന് വില കൂടാതിരിക്കട്ടെ, റേഷൻ അരിക്ക് വില കൂടാതിരിക്കട്ടെ, അതുപോലെ എന്താ മനുഷ്യബന്ധങ്ങൾക്ക് വിലയിടാതിരിക്കട്ടെ, പരസ്പര സ്നേഹം നിലനിൽക്കട്ടെ. സ്വർണത്തിന് എത്ര വില കൂടിയാലും നമുക്ക് വിരോധമില്ല, അതിനും വില കുറയട്ടെ. മനുഷ്യത്വത്തിന് വില കൂടുകയും മറ്റുള്ളതിൻ്റെയൊക്കെ വില ഇടിഞ്ഞു പോവുകയും ചെയ്യട്ടെ. വിളക്ക് സത്യമാക്കിക്കൊണ്ട് ഈ പരിപാടി ഈ എൻ്റെ ബഹുമാന്യരായ അനിൽകുമാർ സാർ അടക്കമുള്ള, അല്ലെങ്കിൽ ആദ്യകാല വിദ്യാർത്ഥിയും അടക്കമുള്ള പ്രിയപ്പെട്ട വിപിൻ ചന്ദ്രൻ അടക്കമുള്ള, ഇതിൻ്റെ എല്ലാ സംഘാടകരും അടക്കമുള്ള മനോജ് രാംദാസ് സാർ അടക്കമുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിൽ, നിങ്ങളുടെയും സാന്നിധ്യത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി വളരെ ഹൃദയപൂർവ്വം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി എത്തുന്നു. അദ്ദേഹത്തെ ഏറെ ആദരപൂർവ്വം നമുക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. സദസ്സിലും വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ KKTM-ലെ ഒഫീഷ്യൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അലുമിനിയുടെ ഒരു ഗെറ്റ് ടുഗദറാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പല പ്രതാപങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് കരുത്തേകുന്നുണ്ട്. അത് കൂടുതൽ കരുത്തേകി ഈ കോളേജിന്റെ അലുമിനിയുടെ പ്രതാപം കൂടുതൽ ഉയർത്തി എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ തരത്തിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. ബഹുമാന്യനായ അഡ്വക്കേറ്റ് അനിൽകുമാർ അവർ ICL ചെയർമാൻ, ഏറെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം അദ്ദേഹത്തെ വേദിയിലേക്ക് സഹർഷിക്കുന്നു. ഏറെ സ്നേഹമുള്ള ഈ കലാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളെ, ഞാനും ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. 42 വർഷത്തിന് ശേഷമാണ് ഇവിടെ നിന്ന് പോയതിന് ശേഷം വീണ്ടും തിരിച്ചു വന്നത്. ജയരാജ് ഇവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ എൻ്റെ ശ്രദ്ധ പാട്ടിലല്ലായിരുന്നു, മറിച്ച് ഈ കലാലയത്തിലെ ഒരുപറ്റം ഓർമ്മകൾ, സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ഒക്കെയുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിൽ കൂടെ അങ്ങനെ പോവായിരുന്നു. അപ്പൊ ഓരോരോ ആ പഠിച്ച കാലഘട്ടത്തിലെ ഓരോരുത്തരെയും ഞാനിവിടെ കാണുകയായിരുന്നു. തീർച്ചയായിട്ടും ഇത്തരമൊരു കൂട്ടായ്മ അതൊരു വലിയ സംഭവമാണ്. അന്നത്തെ ഞങ്ങളുടെ പ്രീ-ഡിഗ്രി കാലഘട്ടത്തിലാണ് ആദ്യമായി KKTM കോളേജിൽ റാഗിംഗ് നിർത്തിയത്. വളരെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. ആദ്യമായിട്ട് 80-ലാണ് ഇവിടെ ഈ മുറ്റത്ത് പന്തലിട്ടുകൊണ്ട് ഇതുപോലത്തെ സമയത്ത് കോളേജിന്റെ TG രവി പങ്കെടുത്തുകൊണ്ട്, അന്നത്തെ സിനിമ രംഗത്ത് പ്രഗത്ഭനായ TG രവി പങ്കെടുത്തുകൊണ്ട് നടത്തിയതെന്ന് പറയുമ്പോൾ എനിക്ക് ഏറെ അഭിമാനം തോന്നുന്നു. പല ആളുകൾക്കും, പല അന്നത്തെ വിദ്യാർത്ഥികൾക്കും ഇപ്പോഴത്തെ പൂർവ്വ വിദ്യാർത്ഥികൾക്കൊക്കെ
ഒരുപക്ഷെ വലിയ കൈത്താങ്ങുകളായി മാറുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇതുപോലെയുള്ള അരുവിയിലൂടെ ഉണ്ടാകാൻ കഴിയുമെന്ന കാര്യം ഉറപ്പാണ്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു പ്രവർത്തനം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് എന്നാൽ ആകുന്ന തരത്തിലുള്ള സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെയുള്ള ഈ കൂട്ടായ്മയിലേക്ക് വരുവാൻ ഞാൻ ശ്രമിക്കും എന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജോയിന്റ് സെക്രട്ടറി ശ്രീ വിനോദ് അവർകളെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. KKTM ഗവൺമെന്റ് കോളേജ് അലുമിനി അസോസിയേഷൻ നിലവിലുള്ള കമ്മിറ്റി ഇന്ന് ഇത്രയും സമുചിതമായ രീതിയിൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം സംഘടിപ്പിക്കുന്നതിൽ ഒരുപാട് ത്യാഗപൂർവമായ പ്രവർത്തനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു വേദിയിൽ നമുക്കിന്ന് നിൽക്കുവാൻ കഴിയുന്നത്. നമ്മുടെ അസോസിയേഷന്റെ രജിസ്ട്രേഷൻ തന്നെ ഇല്ലാതായിരുന്ന ഒരു സമയത്താണ് നമ്മുടെ ഈ സംഘടനയുടെ ഉത്തരവാദിത്വത്തിലേക്ക് ഇപ്പോൾ നിലവിലുള്ള കമ്മിറ്റി വരുന്നതും എല്ലാ കലാരിഷ്ടതകളെയും അതിജീവിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു മഹാസംഗമത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ ജയരാജ് വാര്യർ അവർക്കും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും ഈ മഹാസംഗമത്തിന്റെ നല്ലൊരു പങ്കാളിയുമായ അഡ്വക്കേറ്റ് ശ്രീ അനിൽകുമാർ അവർക്കും ഇവിടെ ആദരിക്കപ്പെട്ട മുഴുവൻ ബഹുമുഖ പ്രതിഭകൾക്കും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും പേരിൽ ഈ മഹാസംഗമത്തിന് കൈമെയ് മറന്ന് സഹായ സഹകരണങ്ങൾ നൽകിയ നിരവധി സംഘടനകൾ, നിരവധി വ്യക്തിത്വങ്ങൾ, എല്ലാവരെയും ഇതിനു വേണ്ടി രാപ്പകലില്ലാതെ അക്ഷീണം പ്രയത്നിച്ച മുഴുവൻ സഹപ്രവർത്തകർക്കും ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കാതെ എല്ലാവരെയും ഒരേപോലെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ ഈ കടമ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദനങ്ങൾ. ഞാനും KKTM ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. 96-98 ബാച്ചിലാണ് ഞാനിവിടെ പഠിച്ചത്. പ്രീ ഡിഗ്രി ആണ്. അന്ന് ജനറൽ ക്യാപ്റ്റനായിട്ട് ജയിക്കാൻ സാധിച്ചു. ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ചിട്ട് പാട്ടുകാരനായതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഈ ഒരു കലാലയത്തില് എനിക്കുമുണ്ട് ഒരിടം. ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും കോട്ടക്കെട്ട് വന്നപ്പോ MC ആയിട്ട് വന്ന ആളാണോന്ന് വിചാരിക്കണമെന്ന് വെച്ചിട്ടാണ്. ഞാനും KKTM പ്രൊഡക്റ്റാണ്. ഏറെ അഭിമാനിക്കുന്നു അതിൽ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മളിൽ ഒരാളായ ഈ ഒരു സംഘാടക സമിതിയോടൊപ്പം നിറഞ്ഞ് നിൽക്കുന്ന ബഹുമാന്യൻ PC ഷഫീർ പ്രൈമോടാണ് ആദ്യ ഗാനം ആരംഭിക്കുന്നത്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ബഹുമാനത്തോടെയും വേദിയിലേക്ക് നമുക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ, നിന്റെ തങ്കവള ചിത്രവള താരുണ്യ പൊന്നുവള എന്നിലെ കാമുകനെ വിളിച്ചുണർത്തി. ബഹുമാന്യനായ റിട്ടയർഡ് സൂപ്രണ്ട് ഓഫ് പോലീസ് തൃശൂർ KK സതീഷ് ചന്ദ്രൻ അവർകളാണ് ആ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത്. സുമതി ചേച്ചി ഉൾപ്പെടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ സ്റ്റേജിലേക്ക് വരും. സംഘാടക സമിതിയിലെ അനുഗ്രഹീത വ്യക്തിത്വങ്ങൾ ചെയർമാൻ അടക്കം വേദിയിലേക്ക് എത്തുന്നു. ബഹുമാന്യനായ സതീഷ് ചന്ദ്രൻ സാർ ഇതാ നിർവഹിക്കുമ്പോൾ പ്രസിഡന്റ് ബഹുമാന്യനായ KN അജിത് കുമാർ അവർകളെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അജിത് കുമാർ ഭായ്, പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഇനി അടുത്ത ഗാനത്തിനായിട്ട് എത്തുന്നത് മായയാണ്. അപ്പൊ മായയെ ഏറെ ആദരപൂർവ്വം അത് ഒരുങ്ങി നിൽക്കുക ഈ ഒരു ഗാനത്തിന് ശേഷം. വെൻ തൂവൽ സ്പർശം. നല്ലൊരു കൈയ്യടി കൊടുക്കണ്ടേ ഈ ഒരു പുസ്തകത്തിന്. നമുക്ക് ഗീതയുടെ ആദ്യത്തെ ബുക്കും വീണ്ടും ദൃശ്യം, അതും നമ്മുടെ KKTM കോളേജിലെ
ഒരു ഇതുപോലത്തെ പരിപാടിയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തത്. ഇത് ഗീതയുടെ രണ്ടാമത്തെ ഒരു പുസ്തക പ്രകാശനം കൂടിയുണ്ട്. ഷാർജയിലെ പുസ്തകോത്സവത്തിൽ ഇപ്പോൾ പ്രകാശനം നിർവഹിച്ച ആ ഒരു പുസ്തകം ഇവിടെ നമ്മുടെ മുമ്പിലേക്ക് സ്നേഹപൂർവ്വം കോളേജ് ലൈബ്രറിയിലേക്ക് സ്നേഹപൂർവ്വം സമർപ്പിക്കുന്ന ആ നിമിഷം കൂടിയാണ്. അത് ഏറ്റുവാങ്ങുന്നത് എൻ്റെ മാത്രമല്ല, ഞാനാണ് സ്മൃതി അച്യുതൻ. ഇവിടെ നേരത്തെ വേദിയിലിരുന്ന ഒരു വാസന്തി ഉണ്ട്. വാസന്തിയുടെ ഒരു പുസ്തകം പ്രകാശനമൊന്നും ചെയ്തില്ല, എന്നാലും ഞങ്ങൾ രണ്ടുപേരും ഇത് കോളേജിലേക്ക് തരികയാണ്, ലൈബ്രറിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അത് അലുമിനിയിലേക്കായിട്ട് ഇത് കൊടുക്കുകയാണ്. നല്ലൊരു കൈയ്യടി, നല്ലൊരു ക്ലാസ് നമ്മുടെ കോളേജിനെ സമർപ്പിക്കുക. അലുമിനിക്ക് ഏറെ സ്നേഹപൂർവ്വം. രാജീവ് ഭായിയെ ഏറെ സ്നേഹപൂർവ്വം രാംദാസ് ഏട്ടൻ ആദരിക്കുകയാണ്. ഏറെ ഇഷ്ടത്തോടെ നമ്മളോടൊപ്പമുള്ള അനുഗ്രഹീത വ്യക്തിത്വം ശ്രീ രാജീവ് ഭായി ആദരിക്കുമ്പോൾ തികഞ്ഞൊരു കയ്യടി വേണം, നിർബന്ധമായിട്ട് കൊടുക്കണം. താങ്ക് യു. മീഡിയ ആൻഡ് പബ്ലിസിറ്റി കൺവീനർ കൂടിയാണ് രാജീവ് ഭായ്. താങ്ക് യു രാജീവ് ഭായ്. കോമഡി ഉത്സവത്തിലൂടെ ശ്രദ്ധേയനായ, വെടിക്കെട്ട് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ അബീഷ് പറവൂർ കൂടി ഈ വേദിയിൽ എത്തിച്ചേരുമ്പോൾ ആ രണ്ട് പ്രതിഭകളെയും നമ്മൾ എങ്ങനെയാണ് ഈ ആർപ്പോയിലേക്ക് സ്വീകരിക്കേണ്ടത്? തികഞ്ഞ നല്ലൊരു ക്ലാപ്പോടുകൂടി മനോഹരമായ ഒരു കയ്യടിയോടെ ഈ വേദിയിലേക്ക് നല്ല ആദരവോടെ ഇവിടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഹാർട്ടി വെൽക്കം. സഹപാഠികളെ, സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, ഞാനിവിടെ പ്രീ ഡിഗ്രി പഠിച്ചിരുന്ന 80കളിലാണ്. 88 ഇവിടുന്ന് മടങ്ങിപ്പോയത് നാണം മുണങ്ങിയായി, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമില്ലാതെ ആരെങ്കിലും കളിയേക്കൽ കണ്ണു നിറയുന്ന ഒരു ദുർബലനായ ഒരു വ്യക്തിയായിരുന്നു. ഈ പ്രീ ഡിഗ്രി കാലം കേട്ടി നൽകിയത് എനിക്ക് സമ്പന്നമായൊരു മാനസിക ബലമാണ്, ഇച്ഛാശക്തി, മനോബലം എന്ന് പറയാം. കാരണം ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ മിമിക്രി ചെയ്തത് ഇവിടെ വെച്ചാണ്. ഇപ്പോൾ ഇന്നത്തെ ക്യാൻറ്റീനാണ് ഞങ്ങൾ അന്നത്തെ ഓഡിറ്റോറിയം. അവിടെ നിന്ന് തുടങ്ങിയ ഒരു ജൈത്രയാത്ര കൊച്ചിൻ കലാഭവനിൽ എത്തിച്ചു. മിമിക്രി ഡബ്ബിംഗ് ആർട്ടിസ്റ്റും കൂടിയാണ്. കമലഹാസൻ്റെ 6 ചിത്രങ്ങൾക്ക് ഞാനാണ് ഡബ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് വേണ്ടി മലയാളത്തിൽ. മറ്റൊന്ന്, ജീവിതത്തിലെ അനുഭവങ്ങൾ കോർത്തിണക്കിയുള്ള 3 പുസ്തകങ്ങൾ രചിച്ചു. 3ാമത്തെ പുസ്തകമായ വനജയുടെ ജാ ഈ കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നൊരു ഭാഗ്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇറങ്ങിയിട്ടില്ല. ഇത് അബീഷ് ഞങ്ങൾ ഒരുപാട് മിമിക്രി സ്റ്റേജുകളിൽ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്ത വ്യക്തിയാണ്. ബാക്കി അദ്ദേഹം സംസാരിക്കട്ടെ. ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ മണിയാണെൻ്റെ കാല് തൊട്ട് വന്നിച്ചാണ് ഞാൻ സ്റ്റേജിൽ കയറിയത്. കൊച്ചിൻ കലാഭവൻ്റെ ആ മിമിക്രി വേദികളിൽ നിന്നും കണ്ടിട്ടുള്ളതാണ്. ഇന്നും അദ്ദേഹം ഒരുപാട് സിനിമകളിൽ 5-6 സിനിമകളിൽ കമലഹാസന് ശബ്ദം മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമലഹാസന്റെ ഒരു ശബ്ദം തന്നെ ഇന്ത്യൻ എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ഒരു ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. 2 ശബ്ദമുണ്ട്. അതിൽ വയസ്സായ കമലഹാസനും മകൻ കമലഹാസന്റെയും ആ ഒരു വോയിസ് നമുക്ക് തുടങ്ങാം. ഓക്കെ. எனக்கு மற்ற ஒருத்தர் வேலை வாங்கி கொடுக்கலாம்னு சொல்லி இருக்கேன். அதுக்கு 10,000 ரூபாய் தேவைப்படுது. சீக்கிரம் கையெழுத்து போடு. எதுக்கு காசு? லஞ்சம் கொடுக்கறதுக்கு. எப்படியானாலும் சரி, 1 கோடியில வேலை வாங்குறதுக்கு எங்கிட்ட காசு கிடையாது. என்ன பாப்பாத்தி சொல்றேன்? எவனப்பன் மனிதனை கொல்றதுக்கு பே பிடிச்சு வளரும் என் நாய் பெத்த பிள்ளை விட மாட்டேங்க. எங்க பார்த்தாலும் லஞ்சம். பிள்ளை ஸ்கூல் சேர்க்கறதுக்கு லஞ்சம், போலீஸ்காரனுக்கு வேலை செய்யறதுக்கு லஞ்சம், டாக்டருக்கு லஞ்சம் லஞ்சம் லஞ்சம். அப்ப நான் செலவழித்தாங்க. இந்த உலகத்தில் சத்தியம், நீதி, நியாயம், தர்மம் இவை நாம் சப்மிட் பண்ணாங்க. யாரும்
I am not Mahatma Gandhi because leave me alone. അടിപൊളി കൈയ്യടി കൊടുക്കാം രണ്ട് കമലഹാസന്റെ. ഇനിയിപ്പോ അടുത്തത് തിലകൻ ചേട്ടൻ. തിലകൻ ഞാൻ ആദ്യമായിട്ട് മ്യൂസിക്കിലൂടെ ചെയ്തപ്പോഴും എടുത്തിരുന്നു. അന്ന് കൈയടിച്ച് എന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് നമ്മളൊരു മുന്നോട്ട് പോയത്. തിലകൻ കഴിഞ്ഞ 35 വർഷമായി എന്റെ മനസാക്ഷി കോടതിയിൽ ഞാൻ സൂക്ഷിച്ച കേസിന്റെ വിധി ഞാൻ വീണ്ടും പോട്ടുള്ളത്. Don't take nonsense. Think you speak. Escape. രക്ഷപ്പെടുക. കുടിച്ചിട്ട് പറയുന്ന സത്യവും കുടിക്കാതെ പറയുന്ന സത്യവും എനിക്കറിയാതെ ചോദിച്ചു. സിനിമാ താരങ്ങളുടെ ശ്രദ്ധാനുകരണമല്ല, നമ്മളുടെ പ്രകൃതി നടക്കുന്ന കുറച്ച് സൗണ്ട് എഫക്ട്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അത് നമുക്കൊരു മ്യൂസിക്കിലൂടെ ഒന്ന് സൗണ്ട് ചെയ്തു. മോനെ മോണിറ്ററിൽ എതിരിട്ടില്ല, ഔട്ടിലിട്ടില്ല. ഓക്കെ, നമുക്ക് ഞാൻ കോമഡൻസ് തന്നെ ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് ഒരു ബുള്ളറ്റിന്റെ ശബ്ദം. നമുക്കറിയാം ബുള്ളറ്റ്, പഴയ ബുള്ളറ്റ് നമുക്ക് ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന്റെ ആംബിയർ കറക്റ്റ് ചെയ്യണം, ബ്രേക്കിംഗ് ഗിയറൊക്കെ വ്യത്യാസമുണ്ട്. അത്ര എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഒരു ബുള്ളറ്റ് ഓടിക്കാൻ സാധിക്കുള്ളൂ. പഴയൊരു ബുള്ളറ്റ് നമുക്കൊന്ന് നോക്കാം. ഈ ബുള്ളറ്റിന്റെ ശബ്ദം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതിന്റെ ഒരു ന്യൂ ജനറേഷൻ ബൈക്കിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. ഈ ന്യൂ ജനറേഷൻ ബൈക്കിന്റെ ശബ്ദം ബുള്ളറ്റിന്റെ പോലെ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. നമ്മൾ റോഡിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ കാതിന് അരോചകമായിട്ട് പുതിയ ബൈക്കുകൾ പോകുന്നതാണ്. ഒരു പുതിയ ന്യൂ ജനറേഷൻ ബൈക്കിന്റെ ശബ്ദം. ഇത്ര സ്പീഡിൽ പോയാൽ എന്തായാലും ഒരു ശബ്ദം കേൾക്കാം. അപ്പൊ അവിടെ കുറെ ആളുകൾ ഇങ്ങനെ തെളിച്ചു കൂടിയിട്ടുണ്ടാവും. അവിടെ നിന്ന് പിന്നെ ഒരു വാഹനം ധൃതി വെച്ച്, എപ്പോഴും ടൗണിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ആ ധൃതി വെച്ച് പോകുന്ന, അർജന്റായിട്ട് പോകുന്ന വാഹനത്തിന്റെ ശബ്ദം എങ്ങനെയാണ്? ഇത് പോയ നേരം നടന്നില്ല, നിരാശനായിട്ടാണ് തിരിച്ചു വരുന്നെങ്കിൽ ആ പോയ ഗാംഭീര്യം ഉണ്ടാവില്ല. തിരിച്ചു വരുന്ന ശബ്ദം അതൊരു എന്താ പറയുക, ഒരു സൈലന്റ് ആയിട്ടുള്ള ശബ്ദമാണ്. നിരാശനായിട്ട് തിരിച്ചു വരുന്ന ആ ഒരു ശബ്ദം എങ്ങനെയാണ്? ആള് പോയി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മള് പുതിയ ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ, പുതിയ കുട്ടികൾ ഓടിക്കുമ്പോൾ ഒരു സ്പീഡ് കുറച്ച് ഓടിക്കുക. ഇതൊരു മെസ്സേജ് കൂടി ഇതിലുണ്ട്. അപ്പോ നമുക്ക് അടുത്ത് മണിയുടെ ചേട്ടൻ ഇത് ധാരാളമാണ്. ഞാൻ സുകുമാരൻ ശബ്ദം എടുക്കണം. സുകുമാരൻ എന്തുകൊണ്ട് പ്രതി അറസ്റ്റ് ചെയ്തത് എന്നാണ് ചോദ്യമെങ്കിൽ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. പ്രതിക്ക് ഉന്നതങ്ങൾ ഒരുപാടുണ്ട്. മുംബൈയിലെ റോക്കറ്റ് വിക്ഷേപണം മുതൽ ഗുരുവായൂർ അമ്പലത്തിലെ മേലശാന്തി ദീപത്തിൽ വരെ അയാളുടെ വ്യക്തമായ but very important personal political party. So what? ഒരു പുല്ലുങ്കേല I am sorry Mr. Nambiar. Okay, thank you. അടുത്തത് ഭീമൻ രഘു. നമുക്കറിയാം മലയാളത്തിൽ ശക്തമായ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഭീമൻ രഘു. വിനാശകാല വിപരീത ബുദ്ധി. ഭൂമി ഇങ്ങനെ പരന്ന് കിടക്കല്ലേ ബോധനം മുതലാളി.
ചക്കാത്തിന് നക്കാനും കുടിക്കാനും കിട്ടണമെങ്കിൽ അയ്യോ പക്ഷേ ആളാവണ്ട. എന്താ ടീച്ചറൊരു പരിഭ്രമം? സാരിതേ ഇവിടെ നീക്കാനല്ലേ പറഞ്ഞോളൂ. അപ്പ കാണാനോ താടി. അങ്ങനെ ആ സാറും ഈ സാറും കൂടി ഉണ്ടാക്കണ്ട. ഓക്കെ, ഈ മിമിക്രിയുടെ പുതിയൊരു തലം കോമഡി ഉത്സവം കൊണ്ടുവന്ന സ്പോട്ട് ഡബിംഗ് ആണ്. ഇവിടെ LED വാളുള്ളതിന്റെ പേരിൽ ഞാൻ 1-2 സ്പോട്ട് ഡബിങ്ങിലേക്ക് കിടക്കുകയാണ്. ഇപ്പൊ നമ്മള് ബുള്ളറ്റും ന്യൂ ജനറേഷൻ ബൈക്കും കേട്ടു. ഇനി ഒരു ട്രെയിനിന്റെ വ്യത്യസ്തമായ 2 ശബ്ദങ്ങൾ നമുക്കൊന്ന് സ്പോട്ട് ഡബിംഗ് കാണാം. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. ആദ്യം ട്രാക്കിലൂടെ പോകുന്ന ട്രെയിനിന്റെ ശബ്ദം, അതിനുശേഷം തുരങ്കത്തിന്റെ ഉള്ളിലൂടെ പോകുന്ന ട്രെയിനിന്റെ ശബ്ദം. ഇനി തുരങ്കത്തിന്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ട്രെയിനിന്റെ ശബ്ദ വ്യത്യാസം കൂടി ഒന്ന് കാണിക്കാം. തുരങ്കത്തിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ട്രെയിനിന്റെ ശബ്ദ വ്യത്യാസം. അപ്പോൾ അവസാനമായിട്ടൊരു സ്പോട്ട് ഡബിംഗ് കൂടി ചെയ്യാണ്. നമ്മുടെ സിനിമാ താരങ്ങൾ എല്ലാവരും കൂടി ഒരു തുടക്കം മാംഗല്യം എന്ന ഗാനം പാടി അഭിനയിച്ചാൽ എങ്ങനെ ഉണ്ടാവുന്നത് ഞാൻ തന്നെ കോമഡി ഉത്സവത്തിൽ അവതരിപ്പിച്ചൊരു ഐറ്റമാണ്. ആ ഐറ്റത്തോടെ നമുക്ക് നിർത്താം അല്ലേ. ഒരുപാട് പരിപാടികൾ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഗാനം കേൾക്കാം. അതിൽ ഓഡിയോ ഉണ്ട് കേട്ടോ. സിനിമാ താരങ്ങൾ പാടി അഭിനയിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. റെഡി? കൊച്ചിയല്ല തള്ളനായിന്റെ മോനെ. ഞങ്ങൾ പഴയ താരങ്ങൾ എല്ലാവരും ഒരു പാട്ട് പാടാൻ വേണ്ടി പോയോണ്ടേ എല്ലാവരും ഉത്സാഹമായിട്ട് കൈയടിച്ച മാത്രം മതി. കൂട് പച്ചക്കിളി മഴയുടെ കൂട്, പച്ചക്കിളി കൂട്, പച്ചക്കിളി മഴയുടെ കൂട്. കണ്ണാളെ കത്തുന്നുണ്ടല്ലോ, ഓ അതിന്റെ കൂട്ടാണല്ലോ. പിന്നെ ജീവിതം പിന്നെ ജീവിതം പിന്നെ ജീവിതം. ഞാൻ മൈക്ക് ജനങ്ങളെ കൈമാറാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ജീവിതം
പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കിളി വഴയുടെ കൂട് പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കിളി വഴയുടെ കൂട് കണ്ണാളെ കെട്ടുന്നുണ്ടല്ലോ ഓ അത് വെക്കാൻ കൂട്ടാനാണല്ലോ തൂടം മായും പിന്നെ ജീവിതം പിന്നെ ജീവിതം പിന്നെ ജീവിതം പിന്നെ ജീവിതം തുടക്കം പിന്നെ ജീവിതം എല്ലാവർക്കും എന്റെ പാട്ട് ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമായ നല്ലൊരു കൈയടി തരാം. എല്ലാവർക്കും ഇഷ്ടമായി. താങ്ക് യു വെരി മച്ച്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. കോടീശ്വര പ്രോഗ്രാമിന്റെ കാസ്റ്റിംഗ് പ്രൊഡ്യൂസർ ആവാൻ സാധിച്ചു. ഒരു അമ്മച്ചിക്കുട്ടിലെ പ്രണയകാലം എന്ന സിനിമയിൽ ഡോക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തലവാസിൽ വെച്ച് കക്കരിവ് റിയാസ് ഖാനായിട്ട് ചെന്നൈ വിടുതി എന്ന ചിത്രത്തിൽ ഒരു 18 മിനിറ്റോളം പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കാൻ സാധിച്ചു. അതിപ്പോൾ അടുത്ത മാസം റിലീസാവും. കൂടാതെ ഒരു 16 വർഷമായിട്ട് ചാനലിൽ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിദേശങ്ങളിലൊക്കെ പാടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. KKT കോളേജുമായിട്ട് ഒരുപാട് പ്രോഗ്രാമുകളിൽ മുന്നേ വരാനും സാധിച്ചിട്ടുണ്ട്. ഇളവന്നൂർ മഠത്തിലെ ഇളവന്നൂർ മഠത്തിലെ കളവക്കു കഴിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നി വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ കളവക്കു കഴിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ കളവക്കു കഴിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ താങ്ക് യു. പ്രതിബിംബം ശാസ്ത്രം സാധാരണക്കാരിലേക്ക് എത്തുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഒരു യാഥാസ്ഥിക കുടുംബത്തിൻ്റെ അടിത്തട്ടിന് ആട്ടം സംഭവിച്ചതിന് ഒരു പ്രതിബിംബം ഫലിപ്പിച്ച കഥയാണിത്. അവതരണം KKTM കോളേജിലെ ഏതാനും പൂർവ്വ വിദ്യാർത്ഥികൾ. എന്താ ഇവിടെ കാണുന്നേ? കാലത്ത് സിനിമ പാട്ട് കേൾക്കേ കൗസല്യ സുപ്രഭാതം കേൾക്കേണ്ട നേരമാണ്. അപ്പോഴേക്കും ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിലെ പിള്ളേരൊക്കെ പുതിയ കാലഘട്ടത്തിലെ പാട്ടൊക്കെയാണ് വെക്കുന്നത്. കലികാല വൈഭവം. നിങ്ങളിപ്പോ എവിടൊക്കെയാണ് തിരുമേനിയെ സുന്ദരവിദ്യയായിട്ട് ഇറങ്ങിയിരിക്കണേ? പഴയ സുഹൃത്ത് ഒന്ന് കാണാൻ ചെല്ലാൻ പാട്ടുണ്ട്. ഞാനൊന്ന് പോയിട്ട് വരട്ടെ, ഒരു ചായ എടുത്തോളൂ. വയ്യ എനിക്ക്. നിങ്ങൾ പോയി വരും, അപ്പോഴൊക്കെ എന്തെങ്കിലും ഞാൻ തരാക്കാം. നല്ല ചൂടോടുള്ള ചായ വരണം, ഞാൻ വേഗം വരും. നിങ്ങൾ പോയി വരും. കണ്ടില്ലേ, കാലത്ത് ഞാൻ ചായ കുടിച്ചോ കാപ്പി കുടിച്ചോ ഒന്നും നോട്ടമില്ല. പണ്ട് മോളുള്ളപ്പോഴേ സാവിത്രിക്കുട്ടി ഉള്ളപ്പോ എന്തായിരുന്നു ഈ വീടിൻ്റെ ഒരു ഇത്. കണ്ണാടി പോലെ ഈ മന മിന്നിയും നല്ല മിന്നി തിളങ്ങിയിരുന്നു. ഇപ്പോഴത്തെ ഗതി കണ്ടില്ലേ, ചായ വേണം അത്ര കാലത്ത് തന്നെ. ഒരുങ്ങി കെട്ടിപ്പോയിരിക്കാണ്. എവിടേക്കാണാവോ നോക്കട്ടെ. ഒരു കൂട്ടുകാരൻ തന്നതാ. ചൂടുള്ള ചായ ഇതങ്ങോട്ട് പിടിച്ചോളൂ. എന്ത് ജഗദീശനാ, എന്ത് മുത്തച്ഛൻ എന്നെ കാണാൻ വന്നിരിക്കുക സ്വർഗത്തിന്ന്.
എന്റെ ഭഗവാനെ, കൊടുമ്പുള്ള ഭഗവതി, മുത്തച്ഛ അവിടെ സുഖമാണോ? ആദ്യം എന്നല്ലേ കാണിക്കണ്ടേ? നിങ്ങൾ നോക്കി രസിക്കണേ. ചായ തരൂ. ഇത് എന്താണത്? നിങ്ങൾ അമ്പലത്തിലോ എവിടേക്കാ പോയേ? കൂട്ടുകാരനെ കാണാനാ പോയേ? ഇത് ആരെയാണ് ഈ കൊണ്ടുവന്നിരിക്കണേ? എന്റെ മുത്തച്ഛൻ. ഒരു സ്ത്രീയാണല്ലോ ഇത്. നല്ല ഭംഗിയുള്ളൊരു സ്ത്രീ, നല്ലൊരു സാരി ഉടുത്തിട്ടുണ്ട്. നിങ്ങൾ എവിടേക്കാ പോയേ? ആ ചായ ഇല്ല, ഒന്നും. ചായ കളഞ്ഞോ? ചായ കളഞ്ഞു. നിങ്ങൾക്ക് ചായ വേണ്ട. എന്റെ മുത്തച്ഛൻ നോക്കട്ടെ. ഇത് മുത്തച്ഛനൊന്നല്ല. ആ മുത്തച്ഛൻ, എന്താ നിങ്ങൾക്ക് പ്രാണി പിടിച്ചോ? അതെ, ലേശം ഇത്തിരി സേവയുണ്ട്, ഒളി സേവയുണ്ട് ആൾക്ക്. എപ്പോ നോക്കിയാലും ആ അമ്പലത്തിലെ കഴകക്കാരുടെ പിന്നാലെ ആയിരുന്നു. ഒരു ദിവസം അവരെ ചീത്ത കേട്ടപ്പോ അത് നിന്നു. നോക്കൂ, തിരുമേനി ഒരു സ്ത്രീയെ കൊണ്ട് നിന്ന് പുറത്തു പോയി കൂട്ടുകാരനെ കാണാൻ. നോക്കി പറ മുത്തച്ഛൻ, മുത്തച്ഛൻ നോക്കി പറഞ്ഞേ. ഹായ്, സുന്ദരിയായൊരു സ്ത്രീ. നിങ്ങൾ അവിടെ തിരുമേനിക്ക് ഇത് വേണോ ഈ വയസ്സാം കാലത്ത്? സുന്ദരിയായൊരു സ്ത്രീ. സുന്ദരി. എന്താ സുന്ദരിയോ? എന്റെ മുത്തച്ഛൻ, എന്റെ മുത്തച്ഛൻ. എന്റെ തൊണ്ട വരണ്ടു തുടങ്ങി. ഈശ്വരാ, ഈ തിരുമേനി കൈവിട്ടു പോയി. അയ്യോ, ഓടി വരണേ. ഇത് കണ്ടിട്ടാണോ ഈ വഴക്ക്? അയ്യോ, എന്റെ ടീച്ചറെ, ഇതെണ്ണുണ്ട്. ഇത് കണ്ടിട്ട് ടീച്ചർ ഒന്നുമില്ല എന്നാണ് പറയണേ. ആ തലമേ സമാധാനിക്കൂ. ഇത് വേറെ ഒന്നുമല്ല. വരൂ, ആ തൊലമ ഇങ്ങോട്ട് വരൂ. ആദ്യം എന്നെ കാണുന്നുണ്ടോ? ടീച്ചറാണ്. ഇപ്പൊ കാണുന്നത് ആരെയാ? ആരാ? തൊലമയല്ലേ? അതേ മാല, അതേ സാരി, കണ്ണട. ഇത് നമ്മൾ രണ്ടുപേരാണല്ലോ. കുട്ടി മോളെ ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. മോളല്ലേ തിരുമേനി? ഒന്ന് നോക്കൂ തിരുമേനി, ഇതാരാണ്? മുത്തച്ഛൻ. അയ്യോ തിരുമേനി, ഇത് മുത്തച്ഛനല്ല. അതെന്നെ കാണില്ലേ? മുത്തച്ഛൻ്റെ കൂടെ എന്നെ കാണുമോ? നോക്കൂ, അപരാധം പുറക്കണേ തിരുമേനി. അറിയാതെ പറഞ്ഞു അറിയോ ഇതെന്താണ്? ഇതിന്റെ പേരാണ് കണ്ണാടി. നമ്മുടെ അതേ രൂപം, അതായത് നമ്മുടെ പ്രതിബിംബം ഈ കണ്ണാടിയിൽ കാണാം. ഇപ്പൊ മനസ്സിലായോ? വെറുതെ നിങ്ങൾ വഴക്കടിച്ചു. ഇത് ഞങ്ങളൊക്കെ ആദ്യമായിട്ടാ കാണുന്നത്. ഇങ്ങനെ ഒരു സാധനം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. പാവം തിരുമേനി. അടുത്ത അയൽവക്കക്കാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും ഈ കണ്ണാടി. ഇതാണ് പ്രശ്നം ഉണ്ടാക്കിയ ആള്. ഈ വീട്ടില് വഴക്കുണ്ടാക്കിയ വ്യക്തിയാണ്. ഇതാണ് കണ്ണാടി. നമ്മള് കാണുന്നതും മറ്റാരും പറഞ്ഞ് കാണുന്നതും കേൾക്കുന്നതും ഒന്നും നമ്മൾ വിശ്വസിക്കരുത്. നേരിൽ നമുക്ക് അനുഭവത്തിൽ വന്നാൽ മാത്രമേ നമ്മളത് വിശ്വസിക്കാൻ പാടുള്ളൂ. ഇതൊരു ചെറിയ പാഠം നിങ്ങളുടെ ഏവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ടിനുള്ള സ്പോൺസറിങ് 90-92 ബാച്ചില്, പ്രീ ഡിഗ്രി ബാച്ചില് ക്യാമ്പസിൽ അനുഗ്രഹീത വ്യക്തിത്വങ്ങളാണ് കൈമാറുന്നത്. ചെറിയൊരു കാര്യമല്ല, നല്ലൊരു ക്ലാപ്പ്, മനോഹരമായൊരു കൈയ്യടി, ചെറിയൊരു കാര്യമില്ല. ഓക്കെ. ഞാനെന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ആരണ്യഗീതം മുഴങ്ങുന്നു നീ അന്ധകാരത്തിൽ നീ പോയി ശാരികേ. ആരണ്യഗീതം മുഴങ്ങുന്നുവോ നീ അന്ധകാരത്തിൽ നീ പോയി ശാരികേ. ചക്രവാളത്തിന്റെ സീമകൾക്കപ്പുറത്തെങ്ങോ നിശബ്ദയായി ഭദ്രേ മറഞ്ഞു നീ. കാലം അടച്ചിട്ട ജാലകത്തിൻ പുറത്തീനത്തിൽ
പാട്ടുകൾ പാടാൻ മറന്നു നീ ഏകാന്തരാവിൽ കുറിച്ചിട്ട പല്ലവി ഒറ്റയ്ക്കു പാടി കഴിയുകയാണ് ഒരു കോളേജിൽ വന്ന് തിരിച്ചു പോകുന്നത് വരെയുള്ള ഒരു കലാലയ വർഷത്തിന്റെ ചെറിയൊരു നേർക്കാഴ്ചയാണ്. നമ്മുടെ ഒരു കൺസെപ്റ്റ് അങ്ങനെ ചെയ്യണം. തെറ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. കുരുവികളെ പ്രണയം സ്വീകരിച്ച് വിവാഹിതരായി സുഖമായി ജീവിക്കുന്ന ഈ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടുകാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഹൃദയപൂർവ്വം ആ ദമ്പതികളെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീരകം തന്നിൽ വാഴും വിഘ്നേശ്വര കാത്തരുളിടേണം വിഘ്നങ്ങളൊക്കെ ഒഴിച്ചിടേ അച്ചിന്റെ വന്നു ഇറങ്ങിടേണം മലരും കവിയും കദളിപ്പഴം കൊട്ടത്തേനയും ശർക്കരയും ഒറ്റപ്പം പിന്നെയും മുണ്ടിയപ്പം
ഭാഷിണി വിതിരമണി ഈ വണ്ണമൊരു മാസം വ്രതം ധരിച്ചു പാർവണ ശശിമുഖിമാരെല്ലാരും കാർവന്നൻ തന്റെ തിരുമേനിയുടെ ലാവണ്യം കണ്ടു ജലവേണിയോടും തരൈതൈ ലാവണ്യം കണ്ടു ജലവേണിയോടും തരൈതൈ അതിൽ ഇന്ത്യ കളിക്കണം നമുക്കെല്ലാതും ഇത് ചിന്തിച്ചവരെല്ലാം ഉറച്ചു ചിത്തേ വെൽവെലെ വിലസിന മണൽ ചിത്തവേ ലളിതമാമസനങ്ങളായി ചുവച്ചു തരൈതൈ ലളിതമാമസനങ്ങളായി ചുവച്ചു താഴത്തെ മല്ലികപ്പൂമലർക്കാവിൽ നാരസ്യം കൂടാതെ പോയി മാറൻ മാനസ ചോലകാമുക മാരം ചെയ്തത് യോഗ്യമാണോ താഴത്തെ മല്ലികപ്പൂമലർക്കാവിൽ നാരസ്യം കൂടാതെ പോയി മാറൻ മാനസ ചോലകാമുക മാരം ചെയ്തത് യോഗ്യമാണോ ആകാശമാർഗവേ വായുമാശാലോടും വരുന്നതു കണ്ടേനെ ആകാശമാർഗവേ വായുമാശാലോടും വരുന്നതു കണ്ടേനെ ശങ്കരായ ശങ്കരായ മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം സുദർശായ മംഗളം ചന്ദനായ മംഗളം ചിന്മയായ സന്മയായ തന്മയായ മംഗളം പീതാംബരം കരവിരാജിത ശംഖുചക്ര കൗമോദഗേ സരസിജം കരുണാസമുദ്രം രാധാസഹായമതി സുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി ഹൃദി ഭാവയാമി ഹരേ ജയ മാധവ വിഷ്ണു അജിത ഹരേ ജയ മാധവ വിഷ്ണു അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നാഥ അജമുഖ ദേവ നാഥ വിജയ സാരഥേ സാരു വിജനന്നോ പറയുന്നോ വിജയ സാരഥേ സാരു വിജനന്നോ പറയുന്നു സുജന സംഗമേറ്റും സുഹൃദ വിവാഹ
ദിനമായി ഞാനോ ബലഭദ്രാനുജ നിന്നെ നിന്നെ നലമോടു കാമതീനോ കളിയല്ലേ രുചിക്കുന്നു നിന്നെ നലമോടു കാമതീനോ കളിയല്ലേ രുചിക്കുന്നു നീല നീരത നീല നീലത വന്ന തുല കമല രുചിരനയന മൃഗലേ മേത്തുട്ട ഭക്തിയുള്ള മാതൃശാം സുഖമെന്നേ മേത്തുട്ട ഭക്തിയുള്ള മാതൃശാം സുഖമെന്നേ വാദമില്ലഹോ ദുഃഖം പാതിയയില്ല നൂനം യാദവാദിപ നിന്നെ കൃതി ചിന്ത നിധനേന മോദം മേ വളരുന്നു കരുണഭരണ മരുണ സഹജ കേതന മോദം മേ വളരുന്നു കരുണഭരണ മരുണ സഹജ കേതന മോദം മേ വളരുന്നു കരുണഭരണ മരുണ സഹജ കേതന അജിതാ ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നദാ അപ്പച്ചനായി അവതരിപ്പിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് ഏട്ടൻ അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി രാംദാസ് ഏട്ടനെ പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പച്ചന് നല്ലൊരു കൈ കൊടുക്കൂ. എല്ലാവരും ആ ഫേസ്ബുക്ക് ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. 92-94 പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ജിജോനെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സെക്രട്ടറിയെ ക്ഷണിച്ചോളും. ജിജോയ്ക്ക് മൊമെന്റ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട നമ്മുടെ അലുമിനിയം ട്രഷറർ നന്ദനെ ക്ഷണിച്ചോളുന്നു. കുഞ്ഞുമോനും കുഞ്ഞുമക്കളും എല്ലാവരും കാണുക, വഴിക്കരുക. ഈ കോളേജിലെ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. അപ്പോൾ എല്ലാത്തിനും നന്ദി. നിങ്ങളെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. താങ്ക് യു. എല്ലാവരെയും കാണാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ
വളരെ സന്തോഷം. ഇനിയും ഇവിടെ വരാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടാകട്ടെ. ഇതേമാതിരി അവരെ കിട്ടാനും ഇവിടെ വരട്ടെ. 50 വർഷം മുൻപ് 1975 അന്നിവിടെ ജനുവരിയിൽ തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്നാണ് ഈ കോളേജിൽ അവസാനമായി ഞാൻ പാടിയത്. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമകരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദരരാഗമായ പൊന്നോട് കുഴലിൽ വന്നൊളിച്ചിരുന്നു. ഒരു മലത്തോപ്പിലെ മലരുകൾ തൂകിടും മധുകണമാകവേ നിറഞ്ഞു നിൽപ്പു എന്നിരുന്നിതാ. ഒരു മലത്തോപ്പിലെ മലരുകൾ തൂകിടും മധുകണമാകവേ നിറഞ്ഞു നിൽപ്പു എന്നിരുന്നിതാ. അഴകിടും വേദിയിൽ അതിലൊരു ഗാനമായി പ്രിയതരമായി ഞാനുമേ. അഴകിടും വേദിയിൽ അതിലൊരു ഗാനമായി പ്രിയതരമായി ഞാനുമേ. കരളും കരളുമായി മനസ്സ് മനസ്സുമായി ആടി പാടി ചേർന്നല്ലോ. കരളും കരളുമായി മനസ്സ് മനസ്സുമായി ആടി പാടി ചേർന്നല്ലോ. സർഗചേതനയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. സർഗചേതനയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അനുഭവം അനുഭൂതിയിൽ അനുഭവം അനുഭൂതിയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമമായി. അനുഭവം അനുഭൂതിയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമമായി. നിരുപമ നിർമ്മല ശ്രീദിവ്യ കേന്ദ്രഗേഹം കാലപ്രവാഹ വിശ്വ ദർശന ദർപ്പണത്തിൽ. കാലപ്രവാഹ വിശ്വ ദർശന ദർപ്പണത്തിൽ കാൺമതു KKTM കോളേജ് മഹനീയം. കാലപ്രവാഹ വിശ്വ ദർശന ദർപ്പണത്തിൽ കാൺമതു KKTM കോളേജ് മഹനീയം. ശ്രീ കൊടുങ്ങല്ലൂരിലെ മാതൃകാ വിദ്യാകേന്ദ്രം. ശ്രീ കൊടുങ്ങല്ലൂരിലെ മാതൃകാ വിദ്യാകേന്ദ്രം ശ്രേയസൈ ഗുരുവര്യധീഷണ പ്രഭാവമൂല്യം. അനുഭവം അനുഭൂതിയിൽ അനുഭവം അനുഭൂതിയിൽ. ശൂരൻ പടയുടെ ചമ്പട കുത്തി കോലം തുള്ളും താളം. വീരൻ പടയുടെ വൻമൊഴിയെ തീ കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലി കുന്നിൻ മേലെ കാവടി എന്തും വേണം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കടി വേണം. ഇത് മാമല മേലെ സൂര്യദിക്കും പുലരിക്കളിലും വെള്ളിത്തേരെ കാടും മലയും പുഴയും കടന്നു ചേർന്നതും ഒരു വള്ളിത്തേരാണ്. പടയുടെ ചമ്പട കൊത്തിക്കോളും തുള്ളും താളം. വീരൻ പടയുടെ വൻമുടിയെ കൊത്തിക്കേറും താളം. ഇത് മുള്ള
പടയുടെ ചമ്പട കുത്തി കോലം തുള്ളും താളം വീരൻ പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും വേണം നക്കരയുള്ളവൻ ഇങ്ങനെ എത്തും തക്കിടകൾ വേണം ചിരിമണിമുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരിമുല്ലേ ചെല്ലനിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ കണ്ണിനകൾ കടുകുവരുത്തണ സുഖമാണല്ലോ കണ്ണിനകൾ ചോന്നുരുടിക്കണ പതിവാണല്ലോ Jump sing around,
അത് മണികണ്ഠൻ ചേട്ടനെ നൽകിക്കട്ടെ. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. നിറയെ ഒരു കൈവടി സഹോദരങ്ങളെ ഇരിക്കു വരയ്ക്കാം. നല്ലൊരു കലാകാരനാണ് നമ്മുടെ 92-94 ബാച്ചിലെ ഉപേന്ദ്രൻ. അദ്ദേഹം മണികണ്ഠൻ ചേട്ടന് അതിൻ്റെ ഛായാചിത്രം നൽകി ഉദ്ഘാടനം നൽകിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഈ പരിപാടിയുടെ പേര് നിർദ്ദേശിച്ചത് 92-94 വിദ്യാർത്ഥിയായിരുന്ന ശ്രീമാൻ അജീഷാണ്. ഇദ്ദേഹത്തെ പൊന്നാടിട്ട് ആദരിക്കുന്നതിന് വേണ്ടി ശ്രീമാൻ രാംദാസ് സാറെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ്. താങ്ക് യു. ഇദ്ദേഹത്തിനുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും സഹപാഠിയുമായ കെവിയും അദ്ദേഹത്തിന്റെ ഭർത്താവ് സാവിച്ചേട്ടനും കൂടിയാണ്. ഇപ്പോ അദ്ദേഹത്തിനുള്ള സമ്മാനം നൽകിക്കൊണ്ട് ആദരവ് അർപ്പിക്കുന്നു. താങ്ക് യു. സംഗീതമേ കമല സല്ലാപമേ, സംഗീതമേ കമല സല്ലാപമേ, മണ്ണിനു വിണ്ടി പരതാരമേ, വേദനയെ പോലും ആദാനുസന്ധാനം കൈവല്യമേ, സംഗീതമേ കമല സല്ലാപമേ, നിന്ദിക സരി
ലേലം തുടങ്ങല്ലേ? Are you ready? പ്രിയമുള്ളവരെ, ലേലത്തിന്റെ രീതി പണ്ടത്തെ സൈക്ലോണിൽ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു 50 രൂപ വിളിക്കണമെങ്കിൽ 50 രൂപ ഇവിടെ വെക്കണം, പ്ലസ് 50 കൂടി കൂട്ടി വിളിക്കുന്ന അടുത്ത 50 കൂടെ വെക്കണം, അപ്പൊ 100 ക്ലിയർ? അത് 200 വിളിക്കണമെങ്കിൽ അടുത്ത ആൾ എത്ര വെക്കണം? 100 വെക്കണം. തുടങ്ങാൻ പോണ്. ആദ്യം ആരാ വിളിക്കണം? ആദ്യം വിളിക്കുന്ന വ്യക്തി ആര്? ആദ്യത്തെ വിളി ഫുഡ് കമ്മിറ്റി. 100 രൂപക്ക് വിളിച്ചു. 100 രൂപ. സുനിൽ 100 കൂടി വെച്ചു. 200 രൂപ. അങ്ങനൊന്നുമില്ല. 500 നോട്ട് വെച്ചാൽ നേരെ 700 ആവും. സുനിലിന് കൊടുക്കില്ല. സുനിലിന് കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മുടെ പിള്ളേരായാലും ഉണ്ടാവും ചാപ്പയുടെ മിടുക്കന്മാർ. 50 കൊടുക്കൂല സുനിബായിക്ക്. മോഹൻദാസ് ഫ്രം കൊമ്പത്തുകടവ് ബാച്ച് ഏതാ? 82 ബാച്ചിലെ മോഹൻദാസ് ഏട്ടൻ പറയുന്നു സുനിബായിക്ക് കൊടുക്കൂല. 250. 300 രൂപ. എവിടെ ബാക്കി 50 രൂപ? സുനി വിട്ടുകൊടുക്കൂല. സുനിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടാവും. 300 രൂപ. സുനിബായി കുറച്ച് വെള്ളം കുടിക്കട്ടെ. 400 പേര്. ക്യാമ്പസ് 1992 450. അവിടെ ആരുമില്ല. ലേലത്തിൽ ആരും പങ്കെടുക്കില്ല. സുധാകരേട്ടൻ 50 കൂടി കൂട്ടി 450. 450 കിട്ടില്ല. 1000 കയറ്റി വിളിച്ചു. 8991 ആർക്കും മിടുക്കന്മാർ 1000 രൂപ കയറ്റി. 1450. പേരെന്ന് പറഞ്ഞ 1450 വിട്ടുകൊടുക്കൂല മക്കളെ. കൊടുക്കൂട്ടാ. 1450. ആരെങ്കിലും ഉണ്ടോ? 1800 മോഹൻദാസ് ഏട്ടൻ മക്കളെ ഇത്തിരി പനിക്കും. 1800 സാരഥി. അതാ വാശിയുള്ള കൂട്ടത്തില്. 1900 മോഹൻദാസ് ഏട്ടനല്ലേ? 8890 സർവകലാശാല ടീം 100 രൂപ. 8890 സർവകലാശാല ടീം 2000 രൂപ. അവനെ പിടിക്കാൻ നിങ്ങൾക്ക് കിട്ടില്ല മോനെ. ലാസ്റ്റ് എന്താ അവസ്ഥ? എന്താണ് ഇപ്പൊ അവസ്ഥ? 2050 സുനി. 2050 സുനിക്ക് തരില്ല. ഇല്ല സുനിക്ക് തരില്ല. ഒരു 2050 ഒരു ആരെങ്കിലും 100 കൊടുക്കണം. എത്ര? അവിടെ വിളിക്കുന്നു. അവിടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഒരാളവിടെ ബാക്കിൽ സർവകലാശാല. ഞാൻ സർവകലാശാല ടീമില. സർവകലാശാല 100 രൂപ കയറ്റിണ്ട്. ഞങ്ങൾ ലീഡ് ചെയ്യുന്നു. സർവകലാശാല 250. ക്യാമ്പസ് 1992 2200 കോല സർവകലാശാല കൊണ്ടുപോകും. സ്വന്തം ബൈക്കെടുത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് സുനി 2700. 750 രാജീവ്. 2750. ആരെങ്കിലും സർവകലാശാല 50 കയറ്റി. സർവകലാശാല നിലവിൽ 50 രൂപ കയറ്റി വെച്ചേക്കണം. 92 94 സദാശിവൻ 3050. ഒരു വാക്ക് 3350. 92 94 സദാശിവൻ 3350. സർവകലാശാല 3850. ഒരു വാക്ക് 3850. 3850. ഒന്നര വാക്ക് 4050. 4550. ഒരു വാക്കില്ല. അവസാനിപ്പിക്കാൻ പറ്റില്ല. സർവകലാശാലയ്ക്ക് ചെറിയ വാശി ഇടുന്ന കൂട്ടിക്കോളൂ. 100 രൂപയുടെ കയറ്റി. 4550. 4550. പോയി കൈവിട്ട് പോയി. 4650. 1992 അല്ലേ? 4650 രൂപ. 100 രൂപ. 100 രൂപ. 5000 തയ്ച്ചിരിക്കുന്നു. 5000 രൂപ. ഏതാ ബാച്ച്? സർവകലാശാല 5000. 3 കഴിഞ്ഞു.
സർവകലാശാല സമ്മാനം മഹത്തായ കൊല കൈപ്പറ്റാൻ വണ്ടിയുമായി വരേണ്ടതാണ്. അല്ല, ടിപ്പർ വരേണ്ടതാണ്. വലിയ കൊലയാണ്. 5000 രൂപയ്ക്ക് ഈ കൊല സർവകലാശാലയുടെ ബ്ലൂ ടീം സ്വന്തമാക്കിയിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. പണം എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അടുത്ത പരിപാടി കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. മധുമാസരാചന്ദ്രനായ ഹരികത്തു കണ്ടില്ലേ, നീ കണ്ടില്ലേ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലില്ലേ. പട്ടുതൂവാലയും വാസന തൈലവും അവൾക്കു നൽകാനായി കരുതി ഞാൻ. കടവത്തു തോണിയിറങ്ങാം, കരിവള കൈ പിടിക്കാം, അതു കണ്ടോട്ടെ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. Thank you.
കടലോളം നിന്റെ നിലാവ് ഉള്ളിൽ കാഴ്ചയില്ലേ ഒരു പിതാവ് കടലോളം നിന്റെ നിലാവ് ഉള്ളിൽ കാഴ്ചയില്ലേ ഒരു പിതാവ് നാല് രണ്ട് പ്രൈസ് സർക്കാർ കൊണ്ടുപോയി ചാപ്പാസ് എവിടെ ടാഗ് എവിടെ ഇണ്ടാ ആറുണ്ടാ 4-2 ശരിയാണോ
என்னா கொண்டா மஞ்சள் கொண்டா மாநிலம் கிடக்கு என்னா கொண்டா மஞ்சள் கொண்டா சொக்கத்திலும் கிடக்கு என்னா கொண்டா மஞ்சள் கொண்டா மாநிலம் கிடக்கு என்னா கொண்டா மஞ்சள் கொண்டா சொக்கத்திலும் கிடக்கு
കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചപ്പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ തുഞ്ചപ്പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ Thank you.